ഈ ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണ് എന്നുള്ളതല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, പുനർജന്മത്തിലെ വിശ്വാസം. അപ്പോൾ എനിക്കും ചിത്രയ്ക്കും ക്ലിയറായിട്ട് ഒരു പൂർവ്വജന്മം ഇല്ല. കാരണം നമ്മുടെ മൈൻഡിൻ്റെ മേക്കപ്പ് പലരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മതപരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ സാറ് വിശ്വസിക്കുന്നുണ്ടോ? മരിച്ച ആളുകളുമായിട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ പക്ക ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ ഊജ ബോർഡ് വഴിയോ ഈ മരിച്ച ആളുടെ സാരി കൈ പിടിച്ചുകൊണ്ടോ ഇരിക്കുമ്പോൾ അയാളുടെ മെമ്മറിയാണ് ഇയാൾ ആക്സസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സൈക്കിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് പല ആളുകൾ ചെല്ലുമ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ച് പല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം സ്വപ്നത്തിലൂടെ കണ്ടു എന്ന് പറയുന്നത് ഒരു നോൺസെൻസാണ്. അപ്പോൾ ഇദ്ദേഹം ഉപാസിക്കുന്നത് ഹനുമാനാണ്. അത് സുചീന്ദ്രൻ ക്ഷേത്രത്തിലെ ഹനുമാനാണ്. അത് വലിയ ഒരു വെളുത്ത രൂപമാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. അത് സൈക്കിക്സ് ചിലപ്പോൾ കാണുകയും ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ പുറകിലോ സൈഡിലോ ഒക്കെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഇത് കേട്ട ഉടനെ എനിക്ക് മനസ്സിലായത്, ഞാൻ ചിന്തിച്ചത് കുട്ടിയെപ്പോലെ ഇപ്പോൾ റഷ്യയിലുള്ള ഒരാളുടെയോ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെയോ അതോ ഇനി വരാൻ പോകുന്ന ഒരു റഷ്യക്കാരൻ്റെയോ മനസ്സിലേക്ക് കുട്ടി അറിയാതെ ട്യൂൺ ചെയ്യപ്പെട്ടു. അങ്ങനെയാണിത് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ മരിച്ച ഒരു റഷ്യക്കാരൻ്റെ ആത്മാവ് കുട്ടിയായിട്ട് പുനർജനിച്ചെന്നോ അല്ല കുട്ടിയുടെ ദേഹത്ത് ബാധയായിട്ട് കയറിയെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഈ ടെലിപ്പതിയിലും ക്ലെയർ വോയിൻസിലൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായിട്ട് ഒരു അടിസ്ഥാനം ഉണ്ടോ? മീൻസ് അതിനകത്ത് എന്ത് നിഗമനത്തിലാണ് നമ്മൾ എത്തേണ്ടത് ഈ ക്ലെയർ വോയിൻസ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേനും? അതായത് മനുഷ്യ മനസ്സ് സമയത്തിനും സ്ഥലത്തിനും, അതായത് സ്പേസ് ടൈമിന് അതീതമായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ? അത് ഈ പണ്ടൊക്കെ ഈ സ്പേസ് ടൈമിന് അതീതം എന്ന് പറയുമ്പോൾ ഇത് അൺസയൻറ്റിഫിക്കാണ് എന്ന് ഈ ഭൗതികവാദികളൊക്കെ പറഞ്ഞിരുന്നു. ഇത് ചുമ്മാ ഒരു പേര് പറഞ്ഞ് ടെലിപ്പതി, ക്ലാർവോയൻസ്, റിക്കഗ്നിഷൻ എന്നൊക്കെ ഒരു പേര് പറഞ്ഞാൽ അത് ഫാക്റ്റ് ആകും. ഇപ്പോൾ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം സ്വപ്നത്തിലൂടെ കണ്ടു എന്ന് പറയുന്നത് ഒരു നോൺസെൻസാണ് എന്നൊക്കെ ഈ ഭൗതിക വിശ്വാസികൾ പറഞ്ഞിരുന്നു. അതായത് അവർക്ക് അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറഗുലാരിറ്റീസ് അബ്സല്യൂട്ടാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ ഇറഗുലാരിറ്റീസിന് അപ്പുറത്തൊന്നും ഇല്ല, എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇൻസെക്യൂർ ആകും. പക്ഷേ ഇപ്പോൾ ഫിസിക്സ് തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഫിസിക്സ് തന്നെ പറയുന്നത് സ്പേസും ടൈമും റിലേറ്റീവാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നു രണ്ട് പാർട്ടിക്കിൾസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മറ്റേ പാർട്ടിക്കിൾ യൂണിവേഴ്സിൻ്റെ മറ്റേ അറ്റത്തിരുന്നാലും ഒരു ടൈം ലാപ്സ് ഇല്ലാതെ അതിലും ചേഞ്ചസ് ഉണ്ടാകും. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ആണ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം വെരിഫൈ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈമിൻ സ്പേസിനും അതീതമായിട്ട് ഫിസിക്കൽ എഫക്ട്സ് തന്നെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാലമാണ്. അപ്പോൾ ഇത് മാനസികമായിട്ട് അങ്ങനെ സംഭവിക്കാമെന്നുള്ളത് വളരെ പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ തന്നെയല്ല, ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പാരാസൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് കൊണ്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ടെലിപ്പതി ടൈമിൻ സ്പേസിനും അതീതമായിട്ട് വർക്ക് ചെയ്യാം, റിക്കോഗ്നിഷൻ വർക്ക് ചെയ്യാം എന്നൊക്കെ. ഇപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പം ഈ ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണ് എന്നുള്ളതല്ലേ ഇപ്പം പറയാൻ പറ്റുള്ളൂ, പുനർജന്മത്തിലെ വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളതൊക്കെ അത് ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ലേ അപ്പം കണക്കാക്കാൻ പറ്റുള്ളൂ സാറ്? അല്ല, പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അത് പക്ഷേ വളരെ അപൂർവമാണ്. അതായത് ടിബറ്റൻ ബുദ്ധിസ്റ്റ് ആളുകളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂലങ്കുഷമായിട്ട് ചിന്തിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതം തന്നെ ഈ റീഇൻകാർണേഷൻ
പുനർജന്മം അതിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസം തന്നെ വളരെ അപൂർവം, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാമാസിന് മാത്രമേ അതേപോലെയുള്ള പുനർജന്മം വരുള്ളൂ. അല്ലെങ്കിൽ വളരെ എവോൾവ് ആയിട്ടുള്ള സാധാരണക്കാരനും വരാം. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അങ്ങനെ വരത്തില്ലെന്നാണ്. അതായത് സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മങ്ങൾ പലരിലൂടെയാണ് എക്സ്പ്രസ്ഡ് ആണ്. അപ്പോൾ എനിക്കും ചിത്രയ്ക്കും ക്ലിയറായിട്ട് ഒരു പൂർവ്വജന്മം ഇല്ല. കാരണം നമ്മുടെ മൈൻഡിൻ്റെ മേക്കപ്പ് പലരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ, പിന്നെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള വേറെ കുറേ പേരുടെ. അപ്പം നമുക്ക് ക്ലിയറായിട്ട് ഒരു പൂർവ്വജന്മം ഇല്ല. അതുകൊണ്ട് പൂർവ്വജന്മം ഇല്ലെന്നുള്ളതല്ല, യഥാർത്ഥ പൂർവ്വജന്മം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ആ ഓർമ്മ കാണും ഞാൻ ഇന്ന ആളായിരുന്നു. കാരണം അയാളുടെ കർമ്മങ്ങൾ ഒരാളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മതപരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ സാറ് വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വാസത്തിൻ്റെ ക്വസ്റ്റ്യൻ അല്ല. മതപരമായ കർമ്മം എന്ന് പറയുമ്പോൾ അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ഗ്രൂപ്പ് മൈൻഡ് കാണും. ആ ഗ്രൂപ്പ് മൈൻഡിൻ്റെ എക്സ്പ്രഷൻസാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മൈൻഡ്സ്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ ഗ്രൂപ്പ് മൈൻഡിൽ ഒരു ചേഞ്ച് വരികയാണ്. അപ്പോൾ ആ കർമ്മം വഴി ആ ഒരു നഷ്ടം നമ്മൾ പരിഹരിക്കുകയാണ്. ഈ കർമ്മത്തിൻ്റെ സാധാരണ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് വരുമല്ലോ. അപ്പോൾ അവരെ പരസ്പരം സമാധാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പ് മൈൻഡിലുണ്ടായ ഒരു നഷ്ടം നമ്മൾ നികത്തുകയായിരിക്കാം. പിന്നെ നമ്മളുടെ കുറ്റബോധം. ഈ ഒരാൾ മരിക്കാൻ കിടന്നപ്പോൾ നമ്മൾ ബിസിയായിരുന്നു, അയാൾക്ക് ചോറൊന്നും വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അമേരിക്കയിലായിരുന്നു. അപ്പോൾ മക്കളെല്ലാം മരിച്ചപ്പോഴാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ ഇയാൾക്ക് വേണ്ടി കർമ്മം നടത്തുമ്പോൾ ആ കുറ്റബോധം കുറേയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. പിന്നെ അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ ശുദ്ധബോധം തന്നെയാണ് എല്ലാമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരിച്ച ആളെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ പാർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന വഴി ആ നമ്മളുടെ കോൺഷ്യസ്നെസ്സിലുണ്ടായ ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ ശാന്തമാക്കുകയാണ്. അപ്പൊ ഈ പലപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ ഒരു ഓജോ ബോർഡ് അല്ലെങ്കിൽ മരിച്ച ആളുകളുമായിട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ പക്ക ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അല്ല, അത് ഇവിടെയും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിത്രയുടെ ഒരു ബന്ധു മരിച്ചുപോയി എന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് ചിത്രയോട് എന്തോ പറയണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചിത്രയ്ക്ക് ഒരു തോന്നൽ. അതെങ്ങനെ തോന്നുക? മനസ്സിൽ സ്വപ്നങ്ങളിലായിട്ട് വരും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സൈക്കിക്സിനെ ആരെയെങ്കിലും വിളിക്കും. അവരേതെങ്കിലും ഒരു മെത്തേഡിൽ ചിലപ്പോൾ ഊജാ ബോർഡ് ഉപയോഗിക്കുമായിരിക്കും, ചിലപ്പോൾ ഈ മരിച്ച ആളുടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ പറയും. ഇപ്പോൾ മരിച്ചത് സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി കൊണ്ടുവരാൻ പറയും. അപ്പോൾ ആ സാരി ഇയാൾ കൈ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവും, നിങ്ങളുടെ ഒരു അനുജത്തി വളരെ ഒരു കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്, അവരെ പറ്റിയുള്ള ചിന്തയാണ് ഈ മരിച്ച ആൾക്ക്. ആ അനിയത്തിയെ നിങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്യണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവരെ നമ്മളെ വിളിച്ച ആൾ പറയും, വളരെ ശരിയാണ്, എൻ്റെ അനിയത്തി ഡൈവോഴ്സ്ഡാണ്, അവരുടെ ജോലി നഷ്ടപ്പെട്ടു, അവർ കുറച്ചാൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, അവരിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെപ്പറ്റി എൻ്റെ അമ്മ വളരെ വറീഡായിരുന്നു. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഇത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ചിത്ര വിചാരിക്കും അപ്പോൾ മരിച്ച ആളുടെ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല. ഈ ഊജാ ബോർഡ് വഴിയോ ഈ മരിച്ച ആളുടെ സാരി കൈ പിടിച്ചുകൊണ്ടോ ഇരിക്കുമ്പോൾ അയാളുടെ മെമ്മറിയാണ് ഇയാൾ ആക്സസ് ചെയ്യുന്നത്. അതിനാണ് ആ ഒരു മീഡിയം യൂസ് ചെയ്യുന്നത്. അതെ.
അയാളുടെ വൈബ്രേഷനിലേക്ക് ഇയാളുടെ മൈൻഡ് ട്യൂൺ ചെയ്യപ്പെടുകയാണ്. ഓക്കെ. അത് മരിച്ച ആൾ ഇവിടെ വരുന്നു എന്നൊരു ചിന്ത നമുക്കില്ല. അതിനകത്ത് ഒരു തേർഡ് പാർട്ടി എന്താണ് ആ ഒരു റോള് അവർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം മരിച്ച ആളുടെ ഒരു സാധനം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അതല്ലാതെ തേർഡ് പാർട്ടി എന്നല്ല, ഒരു സെക്കൻഡ് പാർട്ടി എന്തായിരിക്കും അത് ചെയ്യുന്നത്? ഇതിന് മീഡിയം ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്തായിരിക്കും അതിനു വേണ്ടി ചെയ്യുന്നത്? നമുക്ക് സാധാരണ വെറുതെ നമുക്ക് അങ്ങനെ ഇരുന്നല്ല അങ്ങനെ കണക്ട് ചെയ്യാൻ അല്ല, പറ്റില്ല. മീഡിയം ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഈ സാരി കയ്യിലെടുക്കുന്നത്. അല്ല, അതിന് നമ്മളൊരു നേതൃത്വം കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. സാറ് പറഞ്ഞു സാറിന് അങ്ങനെ ഒരു ആവശ്യം വന്ന ഒരാൾ പറഞ്ഞപ്പോൾ സാറിന്റെ സൈക്കിക് രീതിയിൽ നോക്കുന്ന ആൾക്കാർ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ അത് ഗൈഡ് ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ അല്ലേ? ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അല്ല, എന്നെ ഒരു ലേഡി കോണ്ടാക്ട് ചെയ്യുന്നു. അവരുടെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് എന്തോ പറയണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താണ് അമ്മയ്ക്ക് പറയേണ്ടതെന്ന് എനിക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ അമ്മയ്ക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കി എത്തിച്ച് തരാമോ? അപ്പം ഞാനൊരു സൈക്കിക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആ സൈക്കിക്കാണ് ഒരു സാരി ആവശ്യപ്പെടുന്നത്, അമ്മയുടെ ഒരു സാരി. അമ്മയ്ക്ക് ഫ്രണ്ടാണ്. അതെ, ഫ്രണ്ടാണ്. അപ്പം അയാൾ സാരി കയ്യിലെടുത്ത് കുറേ നേരം വെറുതെ ഇരുന്നിട്ടാണ് ഇത് പറയുന്നത്. സാറിനപ്പോൾ ഒരു പേടി തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല? നമ്മളിത് കാണണമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. പിന്നെ തന്നെയല്ല, ഇത് കൂടുതലും ടൈം സ്ലിപ്പാണെന്ന് നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ പേടിക്കുന്ന എന്താണ്, പണ്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട്. അതല്ല, ഒരു ആത്മാവാണെങ്കിൽ അതൊരു ഭയങ്കര എക്സൈറ്റിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ആളുകളൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടല്ലോ, ആത്മാക്കള് ഉപദ്രവിക്കും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാറുണ്ട്. ഹൊറർ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ ഉള്ളൂ, ഇല്ലാണ്ട് അങ്ങനെ ആത്മാക്കൾ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു പേടി? ആത്മാക്കളെ കണ്ട് പേടിച്ച് കുഴപ്പങ്ങൾ സംഭവിക്കാം. അത് ഹോണ്ടഡ് ഹൗസിൽ നമ്മൾ പോകുമ്പോൾ അത് പല ആളുകൾ അവിടെ താമസിച്ച് പോയി കാണും. ഇവരുടെ എല്ലാ എക്സ്പീരിയൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ 10 ഫാമിലീസ് വരെ താമസിച്ച വീടുകൾ നമ്മൾ കണ്ട് ഈ 10 പേരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത കേസുണ്ട്, ഒരുപാട് പേര്. അപ്പം നമ്മൾ സ്ഥിരം മനസ്സിലാക്കുന്ന ഒരു കേസ്, ഈ 10 പേർക്കും 10 എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാം പാരനോർമൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലർക്ക് ഭയങ്കര ഭീകരമായിരിക്കും, അവർ പേടിച്ച് മരണം വരെ എത്തിയൊക്കെയാണ് രക്ഷപ്പെടുന്നത്. ചിലർക്ക് ഭയങ്കര പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സൈക്കിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് പല ആളുകൾ ചെല്ലുമ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ച് പല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഹോണ്ടഡ് ഹൗസിൽ പോകുന്നു. അപ്പോൾ ഞാനും ചിത്രയും കൂടെ പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് 2 പേർക്കും തോന്നുന്നു. അപ്പോൾ ചിത്ര വിചാരിക്കുന്നു ഈ ഓൾഡ് ലേഡി എന്നെ കൊന്നുകളയും എന്ന് വിചാരിച്ചാൽ ചിത്രയ്ക്ക് വളരെ ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ഞാൻ വിചാരിക്കുന്നത്, പണ്ട് ഇവിടെ ഒരു ഓൾഡ് ലേഡി ജീവിച്ച് മരിച്ചു കാണും, അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഭയങ്കര ഒരു ത്രില്ലായിരുന്നേനെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ചിത്ര പേടിച്ചു കഴിഞ്ഞാൽ ചിത്രയ്ക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ തന്നെ എലിസിറ്റ് ചെയ്യുന്നതാണ്. പേടിച്ച് മരണം വരെ സംഭവിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിൽ തോന്നുന്നുണ്ടല്ലോ, ഒരാത്മാവ് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഇങ്ങനെ ഇപ്പം സർവമായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഡെലൂലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്, ഡെലൂഷനാണ്. അത് നേരത്തെ മരിച്ചു പോയിട്ടുള്ളൊരു കുട്ടിയാണ്. അത് ഇപ്പോൾ ഉള്ളൊരാളുമായിട്ട് കണക്റ്റായി ആ ആൾക്ക് മാത്രമേ ആ കുട്ടീനെ കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നായകനും നായികയുമാണ്. ആ നായകൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ആർക്കും വേറെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ആ നായകൻ്റെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ, മാനസികപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ ഈ കാണുന്നതൊക്കെ? ഇതൊക്കെ ആൾക്കാരിൽ തെറ്റിദ്ധാരണ വരത്തില്ലേ? ഈ ഒരു ഫിനോമിനൽ, അതായത് നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് നമുക്കും തോന്നുന്നു, വേറെ ആളുകൾ കാണുകയും ചെയ്യുന്നു. ഇതിനകത്തൊരു അർദ്ധസത്യമുണ്ട്. ഈ അർദ്ധസത്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലുള്ളതാണ്. അത് ചിലപ്പോൾ അതിനൊരു സെമി ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടായെന്ന് വരാം. അല്ല, അത് സൈക്കിക്ക് സാധാരണ പറയുന്നതാണ്. ഇപ്പോൾ ചിത്രയ്ക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിനോട്
വലിയ ഡിവോഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ദൈവങ്ങൾ വല്ലതും ഉണ്ടോ? ഇഷ്ടദൈവം ഇഷ്ടദൈവമുണ്ട്. ആരാണ്? ചോറ്റാനിക്കര ആ ചോറ്റാനിക്കര അമ്മ എപ്പോഴും ഇങ്ങനെ ചോറ്റാനിക്കര അമ്മയെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ആക്ച്വലായിട്ട് നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കേസ്. അപ്പോൾ ചില സൈക്കിക്സ് ഇങ്ങനെയുള്ള ഒരാളിനെ കാണുമ്പോൾ പറയും, നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, അവരെ കണ്ടാൽ ഇങ്ങനെയിരിക്കും. ചില സൈക്കിക്സ് ക്ലിയറായിട്ട് പറഞ്ഞെന്ന് വരും, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ ചോറ്റാനിക്കര അമ്മ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ലൈവ് കേസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ട ഉടനെ ഒരു സൈക്കിക്ക് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറയിൽ ഒരു വലിയ വെളുത്ത രൂപം കാണുന്നുണ്ട്, മുയൽ പോലെ, വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉപാസിക്കുന്നത് ഹനുമാനാണ്. അത് ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെ ഹനുമാനാണ്. അത് വലിയ ഒരു വെളുത്ത രൂപമാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. അത് സൈക്കിക്സ് ചിലപ്പോൾ കാണുകയും ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ പുറയിലോ സൈഡിലോ ഒക്കെ നിൽക്കുന്നത്. അപ്പം അത് ഒരു അർത്ഥസത്യമാണ്. ഇപ്പോൾ നമ്മൾ മരിച്ച നമ്മുടെ ഒരു ബന്ധുവിനെ എപ്പോഴും വിചാരിക്കുകയാണ് അദ്ദേഹം കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ആ രൂപം ചിലപ്പോൾ വേറെ ഉള്ളവരും കണ്ടെന്ന് വരും. ആ ഒരു വിശ്വാസം നമുക്കൊരു ശക്തി തന്നെന്നും വരും. അപ്പം മരിച്ച ആളുടെ ആത്മാവിന് വേറെ ജോലിയൊന്നുമില്ലാതെ നമ്മളുടെ കൂടെ നടക്കുകയാണെന്നില്ല, അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ഈ മന്ത്രവാദികളൊക്കെ എന്താ ആക്ച്വലി അവിടെ ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആ ഒരു ആത്മാവിനെ കളയാണെന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്, അതിനകത്ത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താ സാറിൻ്റെ വ്യൂവിൽ? ഒരുപാട് രീതികളുണ്ട്. കൂടുതലും ഈ മന്ത്രവാദം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് സിദ്ധിയൊന്നും കാണത്തില്ല. അവർ വെറുതെ ഒരു പുസ്തകം പഠിച്ചു കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ രീതിയിൽ. ഇപ്പോൾ നമ്പൂതിരി മന്ത്രവാദമുണ്ട്, പിന്നെ ആദിവാസി മന്ത്രവാദമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് രീതിയിലുള്ള മന്ത്രവാദങ്ങളുണ്ട്. ഇത് കൂടുതൽ മന്ത്രവാദികൾക്കും ഒരു സൈക്കപ്പാസിറ്റി ഇല്ല. അവർ പുസ്തകം പഠിച്ച് ഓരോന്നിങ്ങനെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വലിയ സത്യം ഇല്ല എന്നുള്ള. പക്ഷേ എല്ലാ മന്ത്രവാദികളും അങ്ങനെയല്ല, വളരെ അപൂർവമായിട്ട് കുറച്ച് സൈക്കപ്പാസിറ്റീസ് ഉള്ള മന്ത്രവാദികൾ. അപ്പോൾ ഈ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? അത് നമ്മൾക്ക് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ കുറേ നാളായിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ തിരിച്ചറിയാൻ മാർഗമുണ്ട്. കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഊഹിക്കാൻ പറ്റും. കാര്യങ്ങളിൽ സാഹചര്യങ്ങൾ കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഞാൻ ഇതൊന്നും പറയുന്നില്ല, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു റൂമിലാണ്, ചെറിയൊരു റൂമിലാണ്. അപ്പം ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കരയുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ചിരിച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ബിഹേവിയർ ചേഞ്ച് വരുന്നതെന്നുള്ള രീതിയിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് എന്തൊക്കെയോ പറഞ്ഞു, മന്ത്രം എന്തോ ചൊല്ലി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പെട്ടെന്ന് എന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാള് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു കാണിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടി കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിണ്ടാതാവുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിന്ന് തോന്നുന്നു. ഞാൻ അതിന് മുമ്പേ ഞാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നിൻ്റെ അതിനകത്തേക്ക് കണക്റ്റ് ആവാൻ പോയതാണ്, ഞാനത് കട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്, നിന്റെ എനർജി കളയട്ടെ, എന്തോ ഇത് ക്ലെൻസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പോലെ എന്തോ ഇത് ചെയ്തു. അപ്പം ഇതിനകത്തൊക്കെ നടക്കുന്ന സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് പറയാമോ? ഈ നമ്മൾ ഒരാളിനോട് ചോദിക്കുകയാണ് ആരാണ് കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിക്കുന്നു. ഒരു മന്ത്രവാദി ചോദിക്കുന്നു ആരാണ്, വാസ്തവം പറയണം. അപ്പോൾ ഇത് ഈ ചോദ്യത്തിൽ തന്നെ ഒരു സജഷൻ ഇംപ്ലൈഡാണ്. അപ്പോൾ ഈ പോകുന്ന ആൾ ഈ ഭാഷയിലേക്ക് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾ അറിയാതെ എന്തെങ്കിലും പറയും. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ ചാടിച്ചെത്ത മറിയാമ്മയാണെന്ന് പറയും. കാരണം മറിയാമ്മ ചത്തിട്ടുണ്ടെന്നറിയാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പേരങ്ങ് പറയും. അപ്പോൾ മന്ത്രവാദി പറയും, ഇപ്പോൾ ക്രിസ്ത്യാനി
ബാധ ഒഴിപ്പിക്കുന്ന അച്ഛനാണെങ്കിൽ പറയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു മറിയാമ്മ ഒഴിഞ്ഞു പോകും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് വേണം പോകാൻ എന്ന് പറയുമ്പം ഇത് സത്യം ചെയ്യും, ഇനി ഞാൻ ഇയാളിനെ ശല്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് മറിയാമ്മ ഒഴിഞ്ഞു പോകും. ഇയാളങ്ങ് ബോധം കെട്ട് വീഴും. അതിന് വെള്ളം തെളിച്ച് വീട്ടുകാർ സന്തോഷമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇപ്പോൾ ഹിപ്നോട്ടിസ്റ്റാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഹിപ്നോട്ടിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ ഉറക്കിയിട്ട് ആരാണ് കൂടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയും, അയലത്തെ കിണറ്റിൽ ചാടിച്ചെത്താൻ മറിയാമ്മയാണ്. അപ്പം മറിയാമ്മയെ പോകാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മറിയാമ്മ അങ്ങ് പോകും. അതിൽ പ്രത്യേക കാര്യമൊന്നുമില്ല, ഇത് സജഷൻ കൊണ്ട് സംഭവിക്കുന്ന. അങ്ങനെ ഒരു സജഷൻ കൊണ്ടിട്ട് മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഈ മറിയാമ്മയ്ക്ക് അങ്ങനെ കേറേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അല്ല, യഥാർത്ഥത്തിൽ മറിയാമ്മ എന്ന് പറയുന്നത് ഇയാള് തന്നെ സങ്കല്പിക്കുന്നതാണ്. സജഷൻ കൊണ്ട് ഇയാള് തന്നെ പറയുന്നതാണ്. എൻ്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഇയാള് ഹിപ്നോട്ടിസ്റ്റാണ് അല്ലെങ്കിൽ അച്ഛനാണ്, അവർക്ക് ദിവ്യ ശക്തികളുണ്ട്. അപ്പോൾ എൻ്റെ ദേഹത്ത് ആരോ കൂടിയിരിക്കുന്നു, ആരാണ് ആകാൻ സാധ്യത? അപ്പോൾ എനിക്ക് പേടിയുള്ളത് അയലത്തെ കിണറ്റ് ചാടിച്ചെത്താൻ മറിയാമ്മയാണ്. അപ്പം മറിയാമ്മ എന്നങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ അടുത്ത് സാറിന് എന്താ പറയാനല്ല? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു.